മുത്തശ്ശി കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കടമറ്റത്ത് കത്തനാരെ പറ്റിയുള്ള കാര്യങ്ങൾ കേൾക്കാം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ, കടമറ്റത്ത് കത്തനാർ എന്ന്. അത് ഒരു മാന്ത്രികനായിരുന്നു ഈ കടമറ്റത്ത് കത്തനാർ. കടമറ്റം എന്ന് ഒരു സ്ഥലമാണ്, കുന്നത്തുനാട് താലൂക്കിലാണത്രേ ഈ കടമറ്റം എന്ന പ്രദേശം. ആ പ്രദേശത്ത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അത്രേ അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് പൗലോസ് എന്നാണത്രേ. അദ്ദേഹത്തെ എല്ലാവരും കൊച്ചു പൗലോസ് എന്നാണത്രേ വിളിച്ചിരുന്നത്. ആ കുട്ടിയാകുമ്പോൾ തന്നെ, ഈ കൊച്ചു പൗലോസ് കുട്ടിയാകുമ്പോൾ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഈ അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ വേറെ മക്കളൊന്നുമില്ല, ഈ ഒരൊറ്റ മകനേ ഉള്ളൂ. അപ്പോൾ എന്തായി, ഈ അച്ഛനും അമ്മയും മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഇവന് നിത്യവൃത്തിക്ക് യാതൊരു മാർഗവും ഇല്ലാതെയായി. ഒറ്റയ്ക്ക് ഒരു ചെറ്റക്കുടിൽ പോലെയുള്ള വീട്ടിലാണ് അവർ കഴിഞ്ഞിരുന്നത്. അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ യാതൊരു നിവൃത്തിയില്ലാതെയായി. എന്താ വേണ്ടതെന്നറിയാതെ കൊച്ചു കുട്ടിയായിരുന്നു. ഒരു ദിവസം അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ നടന്നു. അവിടെ അടുത്തുള്ള ഒരു പള്ളിയിൽ ചെന്നു. എന്നിട്ട് അവിടെയുള്ള ആ ഈശ്വരനോട്, ആ ദൈവത്തിനോട് അവൻ ഇങ്ങനെ കണ്ണീരൊഴുക്കി കരഞ്ഞ് പ്രാർത്ഥിച്ച്, മുട്ടുകുത്തി നിന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കഷ്ടപ്പാടിന് എന്തെങ്കിലും ഒരു മാർഗം, അതൊന്ന് അറുതി വരുത്താൻ എന്തെങ്കിലും ഒരു മാർഗം തരണേ എന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഒരു കൊച്ചിങ്ങനെ വന്നിരുന്ന് കരഞ്ഞ് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണതും കരയണതും ഒക്കെ എന്താണ് എന്നാൽ അവിടെ എന്തോ ഈശ്വരപ്രേരണ കൊണ്ടായിരിക്കും ആ സമയത്ത് ഈ പള്ളിയിലേക്ക് അവിടുത്തെ കത്തനാര് എന്തോ അവൻ്റെ ഭാഗ്യം എന്ന് പറയാം, അങ്ങോട്ട് കടന്നു വന്നു. അപ്പോൾ ഈ ചെറിയ നല്ല മിടുക്കനാണ്, ഒരു കോമളനാണ് ഈ ബാലൻ. അവനിങ്ങനെ എന്താ ഇത്ര വലിയ സങ്കടം, അവൻ എന്തിനായിരിക്കും ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കണത് എന്നൊക്കെ ഈ കത്തനാർ വിചാരിച്ചു. എന്നിട്ട് അവൻ എണീറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവനെ അടുക്കൽ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പോൾ അവൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി, എനിക്ക് നിവർത്തിയില്ല ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കത്തനാർ പറഞ്ഞു, നീ വിഷമിക്കണ്ട, എൻ്റെ കൂടെ താമസിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ എൻ്റെ മകനെ പോലെ വിചാരിച്ച് ഒരു ബുദ്ധിമുട്ടിനും ഇടയാവാതെ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിയെ കൊണ്ടുപോയി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. കത്തനാർ വലിയ സമ്പന്നനാണ്, ഉണ്ണാനും കൊടുക്കാനും ഒന്നും ഒരു വിഷമവും ഇല്ലാത്ത ആളാണ് കത്തനാർ. അപ്പോൾ അവിടെ അവൻ നല്ല പരമസുഖമായിട്ട് അങ്ങനെ താമസിച്ചു. കുറച്ച് ദിവസം അങ്ങനെ അവൻ്റെ ഈ പെരുമാറ്റം എല്ലാം കണ്ടു കഴിഞ്ഞപ്പം കത്തനാർക്ക് മനസ്സിലായി അവൻ അതിബുദ്ധിമാനാണ്, പിന്നെ നല്ല സൗമ്യശീലനാണ്, നല്ല ശീലഗുണം ഉള്ളവനാണ് എന്നൊക്കെ മനസ്സിലായി കത്തനാർക്ക്. അപ്പോൾ അവനെ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് പറഞ്ഞു ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഈ ഇവനെയും നമുക്ക് കത്തനാരാക്കാം എന്നൊക്കെ വിചാരിച്ച് ഈ കത്തനാരാവാനുള്ളതിന് ഉള്ള കാര്യങ്ങളൊക്കെ ഈ കത്തനാർ തന്നെ ഈ കൊച്ചു പൗലോസിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ 5-6 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പൗലോസ് മലയാളം, അതുപോലെ സുറിയാനി എന്നൊരു ഭാഷയുണ്ടല്ലോ, ആ ഭാഷയിലും ഒക്കെ ഒരു അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഈ കൊച്ചു പൗലോസിന് ഷെമ്മാശൻ എന്നുള്ള, അത് ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട അവരുടെ വൈദികന്മാർക്ക് കൊടുക്കണ എന്തോ ഒരു പട്ടം ആണ്. അപ്പോൾ ഷെമ്മാശു പട്ടം കൊടുത്തു അത്രേ. അപ്പോൾ അന്ന് മുതൽ ആ കൊച്ചു പൗലോസിനെ എല്ലാവരും പൗലോസ് ഷെമ്മാശൻ എന്നാണ് അത്രേ വിളിക്കാറ്. അങ്ങനെ വിളിച്ചു തുടങ്ങി. അക്കാലത്ത് ഈ കത്തനാർക്ക് ഒരുപാട് പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു.
അതിനെ ഈ ഒരുപാട് പശുക്കളുണ്ട്. അപ്പോൾ അതിനെ നോക്കാനായിട്ട് ഒരു നോട്ടക്കാരനും പശുവിനെ നോക്കാനായിട്ടൊരു ആളും ഉണ്ടായിരുന്നു, ഒരു വേലക്കാരൻ. ആ വേലക്കാരൻ ദിവസവും രാവിലെ ആഹാരം കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള ആഹാരവും പൊതി കെട്ടി കൊണ്ടുപോകും. എന്നിട്ട് പശുക്കളെ എല്ലാം അഴിച്ചു വിട്ടിട്ട് അടുത്തുള്ള ഒരു മലയുണ്ട് അത്രേ, ആ മലയിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ട് അവിടെ നിന്നിങ്ങനെ തീറ്റി വൈകുന്നേരം ആകുമ്പം തിരിച്ചു പോരും. അങ്ങനെയായിരുന്നു പതിവ്. ഒരു ദിവസം അവൻ ഈ പശുക്കളെ എല്ലാം ആട്ടിത്തെളിച്ച് തീറ്റി വയറൊക്കെ നിറച്ച് ആട്ടിത്തെളിച്ച് ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വഴിയിൽ ഒരു കടുവ വന്നിട്ട് അതിലൊരു പശുവിനെ അടിച്ച് വീഴ്ത്തി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റുള്ള പശുക്കളെല്ലാം കൂടി ചിന്നി ചെതറി 4 പുറത്തേക്ക് ഓടി. എങ്ങോട്ടൊക്കെയാണ് പോയെന്നോ ഒരു പിടിയില്ല അവന്. അതുപോലെ ആ കടുവയാണെങ്കിൽ ഈ അടിച്ചു വീഴ്ത്തിയ പശുവിനെ വലിച്ചഴച്ച് കാട്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോവുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ഇവനാകെ എന്താ വേണ്ടതെന്നറിയില്ല, പേടിച്ചരണ്ട് നിലവിളിച്ചിട്ട് ഇവൻ ഓടിപ്പോയി കത്തനാരോട് വിവരം പറഞ്ഞു. അപ്പോൾ കത്തനാർക്കാണെങ്കിൽ ഈ അവനവൻ്റെ ആ പശുക്കൾ എന്ന് പറഞ്ഞാൽ പ്രാണന് തുല്യമാണ്. അപ്പോൾ കത്തനാർക്ക് ഭയങ്കര വിഷമായി. ഈ പശുക്കളൊക്കെ എവിടേക്കാണ് പോയെന്നും അറിയില്ല, ഒരു പശു ചാവുകയും ചെയ്തു, വല്ലാത്തൊരാപത്തായല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കത്തനാർ, അതും വൈകുന്നേരം സമയമാണല്ലോ, കത്തനാർ എന്നിട്ട് കുറേ പേരെയൊക്കെ കൂട്ടി കത്തനാരും വേറെ കുറച്ച് കൂട്ടുകാരും അതുപോലെ ഈ കൊച്ചു പൗലോസും എല്ലാവരും കൂടി പശുക്കളെ അന്വേഷിച്ച് പോയി, കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. കാട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ എല്ലാവരും ഓരോ സംഘമായിട്ട് ഓരോരുത്തരും ഓരോ ഭാഗത്തേക്ക് അങ്ങ് പോയി. അപ്പം ആർക്കും പരസ്പരം എങ്ങോട്ടാ പോയതെന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നേരെ ഇരുട്ടി തുടങ്ങി, കണ്ണ് കാണാൻ പറ്റാണ്ടേ ആയി. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇന്നിനി ഇങ്ങനെ കാട്ടിക്കൂടി ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്നാ തോന്നണേ, ഏതായാലും വീട്ടിലേക്ക് മടങ്ങി പോവാം എന്ന് വിചാരിച്ച് അവരെല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് പശുക്കളെല്ലാം തൊഴുത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ കത്തനാർക്ക് സമാധാനമായി. ഒരു പശു ചത്തുപോയെങ്കിലും ബാക്കിയുള്ളതൊക്കെ ആവത്തില്ലാതെ ഇങ്ങോട്ട് എത്തിയില്ലോ. അവർക്ക് വഴി അറിയാമല്ലോ. അവരുടെ പേടി മാറിയപ്പോൾ അവർ തന്നെത്താനെ ഇങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അതാണ് ഉണ്ടായത്. അപ്പം കത്തനാർക്ക് സമാധാനമായി, ഒരുവിധം സമാധാനമായി. അപ്പോഴാണ് പിന്നെയാണ് ഓർത്തത് ഈ കൊച്ചു പൗലോസിനെ കാണാനില്ലല്ലോ. കൊച്ചു പൗലോസും പോയിരുന്നു ഈ കത്തനാരുടെ കൂടെ, ഇവരുടെയൊക്കെ കൂടെ കൊച്ചു പൗലോസും പോയിരുന്നു. രാത്രി കുറച്ച് കഴിഞ്ഞാൽ വരും എന്ന് വിചാരിച്ചിട്ട് കത്തനാരിങ്ങനെ കാത്തിരുന്നു. രാത്രി കുറേ വൈകിട്ടും ഈ കൊച്ചു പൗലോസിനെ കാണാനില്ല. അപ്പോൾ പോയത് എല്ലാവരും ഒരുമിച്ചിട്ടാണ്. പക്ഷെ ആ കാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞല്ലോ, ഓരോ ഭാഗത്തേക്ക് പോയി എല്ലാവരും. അങ്ങനെ പണ്ടത്തെ കാലമല്ലേ, ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, വിളിച്ചു പറയാനും ഒന്നും. ഏതോ കാലത്ത് നടന്നതാണ്. അപ്പോൾ ഇവനെ കാണാഞ്ഞിട്ട് കത്തനാർക്ക് വല്ലാത്ത വിഷമായി. അവൻ എന്ന് പറഞ്ഞാലും മകനെ പോലെയാണ്, കൊച്ചു കുട്ടിയാകുമ്പം കൂടെ വന്നതല്ലേ. അപ്പം സ്വന്തം മകനെ പോലെയാണ് കത്തനാർ അവനെ നോക്കി വളർത്തി, എല്ലാം നോക്കി പറഞ്ഞു കൊടുത്ത് ഒക്കെ വളർത്തണത്. അപ്പം ഭയങ്കര വിഷമായി. എന്നും ഈ കൊച്ചു പൗലോസും കത്തനാരും ഒന്നിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഇന്ന് ഇദ്ദേഹത്തിന് കഴിക്കാനും ഒന്നും തോന്നിയില്ല. ഏതായാലും അർദ്ധരാത്രി വരെ ഈ കൊച്ചു പൗലോസിനെ കാത്ത് ഇങ്ങനെ ഇരുന്നു കത്തനാർ. പക്ഷെ അവൻ വന്നില്ല. എന്നിട്ട് എന്തായാലും ഒരു പിടി കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇറങ്ങണമില്ല ഭക്ഷണം. ഏതായാലും ഭക്ഷണം കഴിക്കാതെ കിടക്കാൻ പോയി. കിടന്നിട്ട് ഉറക്കവും വരണില്ല കത്തനാർക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എണീറ്റ് ഇരുന്നും കിടന്നും ഒക്കെ ഉരുണ്ടും ഒക്കെ നേരം വെളിച്ചാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കത്തനാർ ഇങ്ങനെ വെളുപ്പാങ്കാലത്തെ എണീറ്റ് ഈശ്വരനോട് പ്രാർത്ഥിച്ചാണ് കത്തനാർ കഴിയണത്. ആ 10-15 പേരോട് കൂടിയാണ് കാട്ടിലേക്ക് പോയത്. അവിടെ ഇങ്ങനെ അടുത്തുള്ള കാടും മലയും ഒക്കെ തിരഞ്ഞ് പരിശോധിച്ചിട്ടും ഇവരെ ഈ
തലേദിവസം പോയ എല്ലാവരും കൂടി പിന്നെ പിറ്റേ ദിവസവും ഈ കൊച്ചു പൗലോസിനെ അന്വേഷിച്ച് അങ്ങനെ നടന്നു. കൊച്ചു പൗലോസിനെ എവിടെ കാണാൻ, ഒരു ഫലവും ഉണ്ടായില്ല. അപ്പോൾ കത്തനാർ വിചാരിച്ചു വൈകുന്നേരം ആകുമ്പോഴത്തേനും വരുമായിരിക്കും, എവിടെയെങ്കിലും പെട്ടതായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. എന്തായാലും വരാതിരിക്കില്ല, ഈശ്വരനുണ്ടല്ലോ, അവൻ ഈശ്വരന് മറുത്ത് ഒന്നും ചെയ്യാത്ത ആളാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. ഈ കത്തനാരും ഈശ്വരനോട് പ്രാർത്ഥിച്ചേയിരുന്നു, അവന് ഒരാപത്തും വരുത്തല്ലേ എന്നൊക്കെ. എന്തായാലും ഈ തിരയാൻ പോയവർക്ക് അവനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞു. എന്നിട്ടും ഈ കൊച്ചു പൗലോസിനെ കാണാതെ ആയപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, അവനെയും കടുവ പിടിച്ച് കാണും, അവനെ കടുവ പിടിച്ചതാ, അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ടും വരാണ്ടിരിക്കുമോ എന്നൊക്കെ എല്ലാവരും നാട്ടിലെല്ലാവരും പറയാൻ തുടങ്ങി. കത്തനാർക്കാണെങ്കിൽ എന്താ ഇവനെ കാണാഞ്ഞിട്ട് ഭയങ്കര വിഷമം. പക്ഷേ മനസ്സിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അവന്. ഒരു മരിച്ചിട്ടില്ല, കടുവ പിടിച്ച് അവനെ കൊന്നിട്ടില്ല, അവൻ തിരിച്ചു വരും എന്ന് തന്നെ കത്തനാർക്ക് നല്ല വിശ്വാസമായിരുന്നു. അത് അവനെന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും ദൈവഭക്തനാണ്. അങ്ങനെയുള്ള അവനൊരു ദുർമരണം ഈശ്വരൻ വരുത്തില്ല എന്ന് ആണ് കത്തനാരുടെ വിശ്വാസം. കത്തനാരാണെങ്കിൽ ഈ കൊച്ചു പൗലോസിൻ്റെ രക്ഷയ്ക്കായിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈശ്വരനോട്. അപ്പോൾ കൊച്ചു പൗലോസ് എവിടെയായിരുന്നു എന്ന് നോക്കാം. കൊച്ചു പൗലോസ് എല്ലാവരും വിചാരിച്ച പോലെ മരിച്ചിട്ടൊന്നുമില്ല, കടുവ പിടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അവൻ ഇങ്ങനെ കാട്ടിക്കയറി ഒരുപാട് നേരം പശുക്കളെ അന്വേഷിച്ച് അങ്ങനെ അലഞ്ഞ് നടന്നല്ലോ. അപ്പോൾ പശുക്കളിൽ ഒന്നിനെ പോലും അവിടെ എങ്ങും കണ്ടില്ല. ഒടുക്ക അവൻ വലിയ വിഷമായി, ഈ പശുക്കളൊക്കെ എവിടെ പോയതാണാവോ എന്നൊക്കെ വിചാരിച്ച് ഈ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ നടക്കുമ്പം അവനെന്തോ കണ്ണ് കെട്ടി വഴി അറിയാൻ വയ്യാത്ത പോലെ ചിലർ പറയാറുണ്ടല്ലോ, കൺകെട്ട് വിദ്യ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ എന്തോ സംഭവിച്ച പോലെ കുറേ നടക്കുമ്പം ഈ കൊച്ചു പൗലോസിന് വഴിതെറ്റി എന്ന് തോന്നുക. അത് വഴിതെറ്റി പോവുകയാണ്. വഴിതെറ്റിയതൊന്നും പക്ഷേ അറിയണമില്ല. വീട്ടിലേക്കെന്ന് വിചാരിച്ചിട്ടും കുറേ അങ്ങനെ നടന്ന് ചെന്നിട്ടും വീട്ടിലെത്തണില്ല, വിചാരിച്ച സ്ഥലത്ത് എത്തണില്ല. അപ്പോൾ ഈ കൊച്ചു പൗലോസിനൊരു പേടി തോന്നി. അപ്പോൾ അവൻ വിചാരിച്ചു, ഞാൻ നടന്നു തുടങ്ങിയിട്ട് ഒരുപാട് നേരമായല്ലോ, ഇതുവരെ എന്താ വീട്ടിലെത്താൻ ഇത്രയും നേരമൊന്നും നടക്കണ്ടല്ലോ എന്നൊക്കെ അവനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പം കുറേ ദൂരം നടന്നിരിക്കുന്നു, വീട്ടിലേക്ക് എത്താൻ എന്തായാലും ഇത്രയും ദൂരമൊന്നുമില്ല, ഏതായാലും ഇരുട്ടാണ് താനും, കണ്ണും കാണുന്നില്ല, വഴി ചോദിക്കാനാണെങ്കിൽ ഒരു മനുഷ്യനെ അവിടെ എങ്ങും കാണണില്ല, ഒരു മനുഷ്യ ശബ്ദം കേൾക്കാനില്ല. ഇങ്ങനെ ഓരോന്ന് വിചാരിച്ചിട്ട് അപ്പം സാധുവാണ് കൊച്ചു പൗലോസ്. അവൻ അങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ നിന്നു കേട്ടോ. അങ്ങനെ അവനങ്ങനെ എന്താ ഇനി ചെയ്യുക, ഈ രാത്രിയിൽ ഞാനിനി എന്ത് ചെയ്യാനാണ് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരാധിയും പേടിയും എന്താ വേണ്ടതെന്ന് അറിയണമില്ല. അങ്ങനെ അവനങ്ങനെ ആലോചിച്ച് നിന്നു. അവൻ എവിടെയാണ് നിന്നതെന്നോ, അത് വലിയൊരു ഗുഹയുടെ വാതിൽക്കലായിരുന്നു എന്നാണ് പറയണത്. ഈ ഗുഹയുടെ വാതിൽക്കലാണ് നിൽക്കണമെന്ന് ഇവന് മനസ്സിലാവണില്ല. അപ്പോൾ ഗുഹയുടെ വാതിൽക്കലായിരുന്നു ഇവൻ നിന്നിരുന്നത്. അവനങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിന്ന സമയത്ത് അതിഭയങ്കരമായിട്ടൊരു സത്വം ഇങ്ങോട്ട് പുറകിക്കട വന്ന് ഇങ്ങോട്ട് അവനെ പിടിച്ചെടുത്തിട്ട് ആ ഗുഹയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ ആ ഗുഹയുടെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ്. പിന്നെ ആരെയും കാണാനുമില്ല അവിടെ എങ്ങും. കുറച്ച് ദൂരം ഈ ഗുഹയുടെ ഉള്ളിൽ കൂടി അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ആദ്യം ഇരുട്ടായിരുന്നു, പക്ഷെ കുറേ ദൂരം ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നിറച്ച് വിളക്കും, അതുപോലെ പകൽ പോലെ വെളിച്ചം. ഈ കൊച്ചു പൗലോസിനെ തലയിൽ ചുമന്നുകൊണ്ടാണ് ഈ സത്വം പോണതേ. അപ്പോൾ അയാൾ അവിടെ ആ സത്വം അവിടെ വലിയ വിശാലമായിട്ട് ഉള്ള ഒരു സ്ഥലത്ത് ഇവനെ കൊണ്ടു ചെന്ന് നിർത്തി. അവിടെ ഒരു എന്താ പറയുക,
ഒരു സിംഹാസനം പോലെയുള്ള ഒരു കസേര പോലെയുള്ളതിൽ ഒരാൾ, ഒരു ഗംഭീരൻ ഒരു പുരുഷൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അയാളോട് ഈ സത്വം പോയി ചോദിച്ചു. ഈ സത്വത്തിനെ പോലെ വേറെയും പലരും അവിടെ ഉണ്ടത്രേ. അവരൊക്കെ ഇങ്ങനെ പഞ്ചപുച്ഛ അടക്കിയിട്ട് ഈ കസേരയിൽ ഇരിക്കുന്ന ആളെ അങ്ങനെ ബഹുമാനിച്ച് പഞ്ചപുച്ഛ അടക്കി വന്ദിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരൊക്കെ നഗ്നന്മാരുമായിരുന്നു അത്രേ. ഒരു കഷ്ണം തുണി പോലും ദേഹത്തില്ല. അതുപോലെ ഭയങ്കര കണ്ടാ പേടി തോന്നണ രൂപങ്ങളായിരുന്നു അവരുടെയൊക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ നിൽപ്പും നടപ്പും ഒക്കെ മറ്റേ കണ്ട പുരുഷനുണ്ടല്ലോ, ആസനസ്ഥനായിട്ടിരിക്കുന്ന ആ പുരുഷനെ വന്ദിച്ച് അവൻ വലിയ ഭവ്യം ആയിട്ടാണ് എല്ലാവരും പെരുമാറണത്. അപ്പോൾ ആകപ്പാടെ കണ്ടപ്പോൾ പ്രാണൻ പോയില്ല, പ്രാണൻ പോവാറായി ഈ കൊച്ചു പൗലോസിന്. എന്താ വേണ്ടതെന്നൊരു പിടിയില്ല. അവൻ അങ്ങനെ ഒരു ജീവച്ഛവം പോലെ അവിടെ ഇങ്ങനെ നിന്നു, ഒന്നും മിണ്ടിയില്ല. അവൻ മനസ്സുകൊണ്ട് ഈശോയെ അല്ലെങ്കിൽ ദൈവത്തിനെ മുറുകെ പിടിച്ചങ്ങനെ പ്രാർത്ഥിച്ച് നിന്നിരുന്നു. ആ ഒരു പ്രാർത്ഥനയുടെ ബലം കൊണ്ടായിരിക്കും അവൻ വീണു പോവാത്തത് എന്നാണ് പറയണത്. അങ്ങനെ ഒരു അർത്ഥപ്രാണനായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ തലവനായിട്ടിരിക്കുന്ന ആ ആളോട് ഇവനെ ചുമന്നുകൊണ്ട് പോയ ആ സത്വം ഉണ്ടല്ലോ, അയാളോട് ഇയാൾ ചോദിക്കുക, ഇപ്പോൾ കൊണ്ടുവന്ന ഈ മനുഷ്യനെ ഞങ്ങൾ മുറിച്ചിട്ട് പങ്കുവെച്ച് തിന്നോട്ടേന്നു. ഇത് കേട്ടപ്പോൾ കൊച്ചു പൗലോസിൻ്റെ മനസ്സ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പേടിച്ചു വിറച്ച് അവനൊന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. എന്നാലും ആ നേതാവുണ്ടല്ലോ, ആ നേതാവ് പറഞ്ഞു, നിങ്ങൾ കുറച്ചു നേരം ക്ഷമിക്കും. ഇവനൊരു മര്യാദക്കാരനാണെന്ന് അവനെ കണ്ടിട്ട് തോന്നണത്. ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ഇവനെ നമ്മുടെ കൂടെ കൂട്ടാൻ യോഗ്യനാണ് എന്ന് എനിക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മുടെ കൂടെ കൂട്ടാം. പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം. അപ്പോൾ നിങ്ങൾ ഇവനെ കൊന്നു തിന്നോളി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊക്കോളി, ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ആ ഭീകരസത്വങ്ങളൊക്കെ കുറച്ച് ഒരു മൂഡ് ഓഫായിട്ട് പുറകെ പിന്മാറിപ്പോയി ഇത്രേ. അങ്ങനെ ഉടനെ എന്താ പറയുക, കാട്ടുമുട്ടനായിട്ടുള്ള ഒരു വലിയ പ്രമാണി ആണ് ഷമ്മാശനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് നല്ല സ്നേഹമായിട്ട് ചോദിച്ചു, എന്താ നീ എങ്ങനെയാ, നീ ആരാ, നീ എങ്ങനെയാ ഇവിടെ വന്ന് പെട്ടത് എന്നൊക്കെ ചോദിച്ചു. ഇവിടുത്തെ എൻ്റെ നിയമങ്ങളനുസരിച്ച് ഇവിടെ താമസിക്കാൻ നിനക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാം. ഉണ്ണാനും ഉറങ്ങാനും കുളിക്കാനും എല്ലാത്തിനും ഇവിടെ സൗകര്യമുണ്ട്. യാതൊന്നിനും ഈ ഗുഹയിൽ യാതൊരു കുറവുമില്ല. ഒന്നിനും പുറത്തേക്ക് പോകണ്ടെന്നർത്ഥം. ഈ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പോവണ്ട. അപ്പോൾ ഇനി ഇവിടുന്ന് പുറത്ത് പോകാനൊട്ട് പറ്റുകയില്ല. അങ്ങനെ ഒരു പതിവേ ഇല്ല. ഈ ഗുഹയിലുള്ളവർ ഈ ഗുഹയിൽ തന്നെയാണ്. ഈ ഗുഹയിൽ നിന്ന് നിനക്കിനി ഒരിക്കലും പുറത്തു പോകാൻ സാധിക്കില്ല. ഇവിടെ വന്ന് വരുന്ന ആൾക്കാരെ ഒന്നും ഇവിടുന്ന് വിട്ടയക്കണ പതിവില്ല. എന്നാൽ ഞങ്ങളുടെ ആജ്ഞ അനുസരിച്ച് ഇവിടെ അങ്ങനെ സുഖമായിട്ട് താമസിപ്പിക്കും. അല്ലാത്തവരെ ഇവിടെയുള്ള ഈ നരഭോജികളാണ്, അവർ കൊന്ന് ഭക്ഷിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പതിവ് എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ഈ ഷമ്മാശൻ ഈ ദുഷ്ടൻ്റെ വരുതി അനുസരിക്കാത്ത പക്ഷം ഉടനെ മരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവൻ്റെ ഇഷ്ടം അനുസരിച്ച് താമസിച്ചാൽ ദൈവത്തിനെ മുറുകെ പിടിച്ചിട്ടാണല്ലോ ഞാൻ ജീവിക്കണത്. ദൈവകൃപ കൊണ്ട് എന്നെങ്കിലും ഒരു കാലത്ത് എനിക്ക് ഇവിടുന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ തരം കിട്ടും എന്ന് അവനൊരു വിശ്വാസം തോന്നി. അങ്ങനെ വിചാരിച്ച് അവൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ കൽപ്പന അനുസരിച്ച് താമസിക്കാം, എനിക്ക് സമ്മതമാണ്. എന്നെ ആരും പിടിച്ച് ഭക്ഷിക്കാതെ നിങ്ങൾ അവിടുന്ന് രക്ഷിക്കണം എന്ന് ഈ നേതാവിനോട് പറഞ്ഞു അവൻ.
അപ്പോൾ അത് കഴിഞ്ഞ് അവൻ പറഞ്ഞു, ഞാനിങ്ങനെ പശുക്കളെ അന്വേഷിച്ച് വന്നതാണ്, മുതലാളി എന്ന് വെച്ചാൽ കത്തനാരുടെ പശുക്കളെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ അങ്ങനെ കാണാഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് വഴി തെറ്റിപ്പോയതാണ് എന്നൊക്കെ എല്ലാ സംഗതിയും അയാളെ പറഞ്ഞു മനസ്സിലാക്കിച്ചു. അപ്പോൾ ഷെമ്മാശൻ്റെ ഈ കൊച്ചു പൗലോസിൻ്റെ വാക്കും പ്രകൃതവും വിനയവും ഒക്കെ ഈ പ്രമാണിക്ക് വലിയ ഇഷ്ടമായി. അങ്ങനെ അയാൾക്ക് സന്തോഷമായി. അപ്പം അയാൾ പറഞ്ഞു, നിന്നെ ഇവിടെ ഉള്ളവരാരും ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കോളാം, നീ ഒരു നല്ല മനുഷ്യനാണ് എന്നാണ് എനിക്ക് തോന്നണത്, നമ്മുടെ കൂടെ താമസിപ്പിക്കാൻ യോഗ്യനാണ് എന്ന് തോന്നണു. അങ്ങനെ നിന്നെ ഞാൻ എൻ്റെ ശിഷ്യനായിട്ട് സ്വീകരിക്കുകയാണ്. എനിക്ക് കുറച്ച് മന്ത്രവാദവും ഇന്ദ്രജാലവും അതുപോലെ മഹേന്ദ്രജാലവും എല്ലാ വിദ്യയും അറിയാം, അതൊക്കെ ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഞങ്ങൾ മലയരയന്മാരാണ് എന്ന് പറഞ്ഞു. മലയരയന്മാരാണത്രേ അവർ. ഈ മലയരയന്മാർക്ക് പാരമ്പര്യമായിട്ട് തന്നെ മന്ത്രവാദമുണ്ട് എന്നാണ് പറയണത്. അത് ഈ നേതാവ് അത് കുറച്ച് കൂടുതലും പഠിച്ചിട്ടുണ്ട് അത്രേ. അപ്പം എൻ്റെ ജാതി ഇവിടെ ഉള്ളവരൊക്കെ എൻ്റെ ജാതിക്കാർ തന്നെയാണ്. നിന്നെപ്പോലെ ഇവിടെ ഇങ്ങനെ വന്ന് അന്യജാതിക്കാർ ചിലരുണ്ട്, എല്ലാവരും നമ്മുടെ ഇവിടുത്തെ ഭൃത്യന്മാരാണ്. അപ്പോൾ അങ്ങനെ സ്ഥിരവാസം ഈ ഗുഹയിൽ തന്നെ ആണെങ്കിൽ ഇവരെ ഇടയ്ക്ക് നാട്ടിൻപുറത്തേക്ക് ഇറങ്ങൂത്രേ. നാട്ടിൻപുറത്തേക്ക് ഇറങ്ങി സഞ്ചരിക്കും, പല സ്ഥലങ്ങളിൽ പല അത്ഭുതങ്ങളും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, പലരിൽ നിന്നും സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ മലയരയൻ പറയണത്. അങ്ങനെ ആരാണ്, എവിടെയാ താമസം, ഇവരാരാണ്, ഇവരെവിടെയാണ് താമസിക്കണേ എന്നൊന്നും മറ്റുള്ളവരോട് പറയാറില്ല. ആർക്കും അതൊന്നും അറിയില്ല, ആരും അതൊന്നും അറിയാൻ പാടില്ല എന്നാണ് അവരുടെ ഒരു സ്ട്രിക്റ്റാണത്. ആരും ആരോടും പുറത്തേക്കുള്ളതൊന്നും ഇവിടുത്തെ കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത് എന്നാണ്. അങ്ങനെ ഈ ഭൃത്യന്മാർ മനുഷ്യഭോജികളായിട്ടും ഉണ്ട്. ആരും ഈ എൻ്റെ അനുവാദം കൂടാതെ യാതൊന്നും പ്രവർത്തിക്കില്ല. അതുകൊണ്ട് നിനക്ക് എൻ്റെ ശിഷ്യനായിട്ട് ഇവിടെ താമസിക്കാം. അത് നിൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു കളയണം എന്ന് പറഞ്ഞു. അവിടെ ഉള്ളവരൊക്കെ നഗ്നന്മാരാണ്. നഗ്നന്മാരായിട്ടല്ലാതെ ഇവിടെ ആരും താമസിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഷെമ്മാശന് ഈ കൊച്ചു പൗലോസിന് കുറച്ച് വിഷമം തോന്നി, വസ്ത്രമൊക്കെ അഴിച്ചു കളയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ. ഏതായാലും അവൻ ഇവർ പറഞ്ഞതൊക്കെ കേട്ടു. അങ്ങനെ അവിടെ താമസിക്കാം, എന്നെങ്കിലും ഒരിക്കൽ രക്ഷപ്പെടാൻ പറ്റും എന്നവന് മനസ്സിലൊരു വിശ്വാസം വന്നു. അങ്ങനെ അവൻ അവിടെ താമസം തുടങ്ങി. നമ്മുടെ നാട്ടിൽ കത്തനാരാണെങ്കിൽ അവനെ ഇങ്ങനെ വിചാരിച്ച് വിഷമിച്ച് അങ്ങനെ കാലം കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ നിർത്താം. കത്തനാർ പിന്നെ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഈ നമ്മുടെ കൊച്ചു പൗലോസ് എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോകുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.